അങ്ങനെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് തിരിച്ചു പോകുന്ന യാത്രയുടെ ഒരു വീഡിയോ ആണ് ഇത്. ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ അനിയൻ്റെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ അഞ്ചുതെങ്ങ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ വഴി വരാൻ എനിക്ക് പേടിയാണ്, കാരണം കടൽ എപ്പോഴും ശോഭിച്ച് നിൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പെരുമാതുറ പാലം ക്രോസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്നത് കാണണമെന്ന് തോന്നി. ഭയങ്കര വെയിലായിരുന്നു. പിന്നെന്താ, എവിടെ പോയാലും പ്രകൃതി ഭംഗി ആസ്വദിക്കൽ ഒരിതാണല്ലോ. ഇതാണ് എൻ്റെ അനിയൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അപ്പോഴാണ് അപ്പുറത്തെ വശത്തൂടെ ഒരു ബോട്ട് വരുന്നത് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ വരുന്നത് കാണുന്നത്, അതെന്ന് വെച്ചാൽ നേരിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മളിങ്ങനെ ജെറ്റ് വിമാനം അന്തരീക്ഷത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു മാർക്കിംഗ് വീഴില്ലേ, അതുപോലെ ഈ കോലം കണ്ടാൽ ഞാൻ ബഹിരാകാശത്ത് പോകാൻ വേണ്ടിയിട്ടില്ല ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുന്ന കണക്കാണ് എനിക്ക് തോന്നിയത്. ഇതൊന്നാമത്തെ പള്ളിയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കോളേജ് വഴിയാണ്. ഇത് ഒരു സെയിം ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ ഒരു പള്ളിയും. പിന്നെ ഇതെൻ്റെ കോളേജ്, സെൻറ്റ് സേവിയേഴ്സ് കോളേജ് തുമ്പ. ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. പിന്നെ എനിക്ക് തോന്നുന്നു വേളാങ്കണ്ണി മാതാവിൻ്റെ പെരുന്നാൾ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഈ നഗരവീഥി മൊത്തം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്, തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനൊരു അന്ത്യമൊന്നും ഇല്ലടേ, പക്ഷേ ഇതിങ്ങനെ അങ്ങ് അലങ്കരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. നമ്മളെല്ലാം ഒരു ഫംഗ്ഷന് വിളിച്ചിട്ട് എതിരേക്കാൻ വേണ്ടി പുഷ്പങ്ങൾ ഇങ്ങനെ എറിഞ്ഞു തരത്തില്ല, അതുപോലെ. അപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് കളിച്ച് പോകുന്നത് അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ അനിയൻ്റെ അടുത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ, ഗ്രാമമെന്ന് പറയാൻ പറ്റത്തില്ല, വേലിയെത്തി അടുത്ത വള്ളി. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു വരികൾ ഞാൻ ആലപിക്കാം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി വിങ്ങി. അടുത്ത ബാക്കിയുള്ള വരികൾ പാടാൻ എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തി. അതായത് അനന്തപുരിയുടെ മണ്ണിലേക്ക് കാലുകുത്തി. അവിടെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. വീണ്ടും നമ്മളിങ്ങനെ തമ്പാനൂർ ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോവുകയാണ്. ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് നല്ല ഈ വ്യൂ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊരാശ്വാസം കണ്ടു തമ്പാനൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസമാണ്. അത് കുറേ പണ്ട് മുതലേ അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ. പിന്നെ അതുപോലെ കേരള യൂണിവേഴ്സിറ്റി കാണുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു വികാരം. ഞാനൊരു അനന്തപുരിക്കാരിയാണ് എന്ന് പറയുന്നതിൽ ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്നു. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ, സ്പൾവർ എന്ന് ഇദ്ദേഹത്തെ വിളിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് മികവ് കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് കാട്ടാക്കട ലക്ഷ്യപ്പെട്ടു പോയി. ഇതുവരെ എന്നെ അനിയും കൊണ്ടാക്കി. പിന്നെ ഞാൻ ബസ്സിൽ വന്നു. ഇതാണ് എൻ്റെ കോളേജ്. പക്ഷേ ഇന്ന് അവധിയായത് കാരണം ഹോസ്പിറ്റൽ ഗേറ്റ് വഴി കയറേണ്ടതായിട്ട് വന്നു. ഭയങ്കര വെയിറ്റ് ആയിരുന്നു എൻ്റെ ലഗേജസിന്. ഇത്രയും നേരം ഞാൻ വെയിറ്റ് എടുത്തില്ല, കാരണം ഞാൻ ബസ്സിലും ഒക്കെ ആയിരുന്നു വന്നത്. പിന്നെ അവിടെ സൈൻ ചെയ്തു. സൈൻ ചെയ്തതാണ് എൻ്റെ കോളേജ്. ജസ്റ്റ് ഒരു അപ്പോൾ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് 6-ാം തീയതി കോളേജിലോട്ട് വന്നിരിക്കുകയാണ്. 8-ാം തീയതി ക്ലാസ് തുടങ്ങും. നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്ന് ഹോസ്റ്റലിൽ കയറണം, അവിടെയും സൈൻ ചെയ്യണം, പിന്നെ ലഗേജസൊക്കെ ഒതുക്കി വെക്കണം, അതിനുശേഷം അവിടെ ക്ലീൻ ചെയ്യണം, ഫ്രഷ്നപ്പ് ആവണം. ഹെക്ടിക്, എന്താ പറയുക. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇറ്റ്സ് മൈ കോളേജ്. എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ. ആരെങ്കിലും ഉണ്ടാവും എന്തോ, എനിക്ക് തോന്നുന്നു രാത്രി. ഇനി എല്ലാവരും നാളെ രാവിലെ വൈകിട്ടൊക്കെ ആയിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഹൗസ് സർജൻസ് അല്ലെങ്കിൽ PGs ഒക്കെ ഉണ്ടാവും തോന്നുന്നു. സാരമില്ല, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, പേടിയൊന്നുമില്ല. ചില സമയത്ത് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ പേടിക്കും, സ്വാഭാവികം. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ കുറച്ച് മുളകൾ നിൽക്കുന്നത് കണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ മുളങ്കാടുകൾ ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകുന്നു. ആരുമില്ലാത്ത ഹോസ്റ്റൽ കണ്ടില്ലേ. അവിടെ ഒന്ന് തൂത്ത് തുടച്ചിട്ട് പോലുമില്ല, ചവറ് കിടക്കുന്ന കണ്ടോ.
പിന്നെ എനിക്ക് ഒന്ന് വീക്ഷിക്കാൻ തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ ബാഗൊക്കെ വെച്ചിട്ട് ചുറ്റിനും ഒന്ന് നോക്കി, കയറണോ വേണ്ടയോ എന്നുള്ള ഒരു അന്താളിപ്പിലായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കയറിയല്ലേ പറ്റൂ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് വീണ്ടും അതൊക്കെ എടുത്ത് ആ സ്റ്റെപ്പൊക്കെ കയറി ഞാൻ ചെന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിലെ വാർഡൻ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒറ്റയ്ക്ക് പോയി റിസപ്ഷനിൽ നിന്ന് താക്കോലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തുറന്ന് അകത്ത് കയറി ഇരുന്നു. എന്തുകൊണ്ടുള്ള വെയിറ്റാണ്, ഈ വീഡിയോ എടുക്കാൻ തന്നെ പാടുപെട്ടു. എത്ര തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു നിന്നു. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഹോസ്റ്റലിനകത്ത് കയറുന്നതിന് മുമ്പ് സൈൻ ചെയ്യേണ്ടതാണ്. അതാണ് കുറേ ബാച്ചുകളുള്ളത് കാരണം അവരവരുടെ ബാച്ചിൻ്റെ ബുക്ക് കണ്ടെത്തി അവിടെ ഇങ്ങനെ സൈൻ ചെയ്യണം. നമ്മളെ പോയി എവിടേക്കാണ് പോകുന്നതെന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി എന്ന് വന്നു, ഏത് സമയത്ത് വന്നു എന്നിട്ടൊക്കെ എഴുതി, എന്നിട്ട് ഒപ്പും കൂടെ ഇട്ടാലേ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്ഥിരമാണല്ലോ, ഇതെന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ റുട്ടീനൊക്കെ കാണിച്ച് തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തകുതിയായിട്ട് ഞാൻ ഇതെല്ലാം ചെയ്തു. എൻ്റെ ദേഷ്യത്തിൽ ഞാൻ പെയിനൊക്കെ വെച്ചിട്ടുണ്ടോ. ഈ സ്ഥിരമാകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മടുക്കത്തില്ല. പിന്നെ ഇതൊരു മിററാണ്. ഞങ്ങൾക്ക് ഇതുപോലെ വലിയ 2 മിററുണ്ട്. ചൂടെടുത്ത് മുടിയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഞാൻ പിന്നെ വിയർത്ത് കുളിച്ചതുകൊണ്ട് ഞാൻ ആ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ നോക്കിയതാണ്. പിന്നെ എൻ്റെ റൂമിനെ ലക്ഷ്യമിട്ട് ഞാൻ പോവുകയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ആരുമില്ല. പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഈ വീഡിയോ എടുത്തു. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാനായ പനികോടി ഞാൻ ഒന്ന് സ്മരിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എടുത്തു തന്നെ. ഇതിപ്പോൾ ഞാൻ തന്നെ വെക്കണം, ഞാൻ തന്നെ തുറക്കണം. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പിന്നെന്താ, റൂം തുറന്നു. റൂം തുറക്കുന്ന വീഡിയോ കണ്ടല്ലോ. ഇനി റൂമിനകത്തോട്ട് കയറുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? അങ്ങനെ തന്നെ കണ്ടോ, 2 രീതിയിൽ ഞാൻ ചെയ്തു. ഭയങ്കര എക്സ്പോർട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ ചെയ്തു. അങ്ങനെ അത് ചെയ്ത് ബാഗെല്ലാം കൊണ്ടുവച്ചു. പിന്നെ വീണ്ടും ക്യാമറ തിരിച്ചു വെച്ചു. കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുക. അങ്ങനെ വെറുതെ ഇരിക്കും. ചൂടെടുത്തിട്ട് ഇങ്ങനെ കാറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് തോന്നുന്നത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും വാട്ടർ ബോട്ടിൽ വെള്ളം ഇല്ല. പിന്നെ ഞാൻ പോയി വെള്ളം എടുത്തു, വെള്ളം കുടിച്ചു. അതായത് എന്തുകൊണ്ടും ജലം ആശ്വാസത്താണം ശ്രേഷ്ഠം, അങ്ങനെയാണല്ലോ അഗ്രൗഷധത്തിൽ പറയുന്നത്. പിന്നെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തമാണ്. പക്ഷേ എൻ്റെ ഈ റീല് അത്ര വർക്കൗട്ടായില്ല. പിന്നെ കൊണ്ടുപോയ ലഗേജസ് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് എടുക്കുകയാണ്. അതാണ് ഇത്ര സ്പീഡ്. ലാപ്ടോപ്പ്, ചാർജർ, ജ്വല്ലറി, ഡ്രസ്സ്, ബാഗ്. അയ്യോ, ഇത്രയും സാധനങ്ങൾ ഈ ഒരു ബാഗിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ. കുറേ എടുത്ത് ജീൻസും സാരിയും ചുരിദാറും ഒക്കെ എടുത്തുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇട്ടോണ്ട് പോയ ഡ്രസ്സിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്താൽ മതിയായിരുന്നു തിരിച്ചു വരാനായിട്ട്. പിന്നെ നൈറ്റ് ഡ്രസ്സ് അതെന്തായാലും എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ രാത്രി ഞാൻ ഓൾറെഡി എനിക്ക് അമ്മാമ്മ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് വാഴയിലയിലെ പൊതിച്ചോറ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തുണ്ടായിരുന്നു, ഇഞ്ചിക്കറി, അവിയൽ, മീൻ പൊരിച്ചത്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ മിച്ചം. അങ്ങനെ ഹോസ്റ്റൽ റൂമിൽ വന്നു, ഫ്രഷായി, ഫുഡ് കഴിച്ചു. ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ലോണം ടയേർഡുമാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ നല്ലതുപോലെ കിടന്നുറങ്ങണം. നമ്മൾ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.